കാൽ നൂറ്റാണ്ടിലേറെയായി ജൂൺ 22 എല്ലാ വിജയ് ആരാധകർക്കും പ്രിയപ്പെട്ട ദിവസമാണ്. തലേ ദിവസം മുതൽ ആഘോഷങ്ങൾ തുടങ്ങും. ജൂൺ 22-ന് പുതിയ സിനിമയുടെ ടീസറോ ഫസ്റ്റ് ലുക്കോ എത്തുമ്പോൾ ആ ആഘോഷങ്ങളുടെ ആവേശം 10 മടങ്ങാകും. സോഷ്യൽ മീഡിയ മുഴുവൻ വിജയ് തരംഗം അലയടിക്കും. ഓൺലൈനിലും ഓഫ്ലൈനിലും അന്ന് ആ നടനായി ആർപ്പുവിളികൾ ഉയരും. കാരണം വിജയ് എന്ന സൂപ്പർ താരം സിനിമാ പ്രേമികൾക്കും സിനിമാ ഇൻഡസ്ട്രിയിലും ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് അത്രത്തോളം വലുതാണ്. പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞതുപോലെ, ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഡൈനാമിക്സ് ആണ് മാറി മറിയുന്നത്. എന്നാൽ അത് തമിഴ് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളത്തിലും വിജയ് ഉണ്ടാക്കിയെടുത്ത വിജയ് ഫിനോമിന വളരെ വലുതാണ്. അത് സിനിമകളുടെ ഹിറ്റിലും ഫ്ലോപ്പിലും മാത്രം ഒതുങ്ങുന്നതല്ല. വൈ ഈസ് വിജയ് സോ സ്പെഷ്യൽ? മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമുമെല്ലാം അടക്കി ഭരിച്ച മലയാള മണ്ണിലേക്ക് 90-കളിൽ ഒരു പയ്യൻ തൻ്റെ പാദമുദ്ര പതിപ്പിക്കുന്നു. റിയലിസ്റ്റിക് സിനിമകളും പോലീസ് സ്റ്റോറികളും ആക്ഷൻ സിനിമകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മലയാള മണ്ണിൽ വിജയക്കൊടി പാറിക്കാൻ ആ പയ്യന് അധികം സമയം വേണ്ടി വന്നില്ല. ഈ മുഖം കാണാൻ ആരെങ്കിലും തിയേറ്ററിൽ വരുമോ എന്ന ചോദ്യം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു കേട്ടപ്പോൾ അതിൻ്റെ മറുപടി വിജയ് എന്ന താരം നൽകിയത് കേരളത്തിലെ തൻ്റെ സാമ്രാജ്യത്തെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മലയാളത്തിൽ അധികം വരാതിരുന്ന റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമകളിലൂടെ വിജയ് പതിയെ കേരളത്തിനും വിജയക്കൊടി പാറിച്ചു. ഒരുപക്ഷെ കേരളത്തിലെ 90s കിഡ്സ് ആദ്യമായി പഠിച്ച തമിഴ് വാക്ക് പോലും വിജയ് എന്നായിരിക്കും. മലയാളത്തിൽ അക്കാലത്ത് മിസ് ചെയ്ത ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആഘോഷങ്ങൾക്ക് കൂടി വിജയ് തുടക്കമിട്ടു. പിന്നീട് അങ്ങോട്ട് കണ്ടത് വിജയ് യുഗമായിരുന്നു. തുള്ളാതെ മനവും തുള്ളും, ഖുഷി, യൂത്ത്, ലവ് ടുഡേ, ഷാജഹാൻ തുടങ്ങിയ റൊമാൻറ്റിക് സിനിമകളും ഗില്ലി, തിരുമല, തിരുപ്പാച്ചി, പോക്കിരി തുടങ്ങിയ ആക്ഷൻ ചിത്രങ്ങളുമെല്ലാം വിജയ് സിനിമകളുടെ ആരാധകരായി കേരളത്തെ മാറ്റി. സിനിമകളുടെ വിജയപരാജയങ്ങൾക്കും അപ്പുറം വിജയ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് എടുത്തു പറയേണ്ടതാണ്. വിജയെ അനുകരിച്ച് ഷർട്ടിന് മേൽ ഷർട്ടിട്ട് നടന്ന കാലം പലർക്കും ഉണ്ടാകും. ചീകി ഒതുക്കാത്ത വിജയുടെ ഹെയർ സ്റ്റൈലും ഒരുതരം അടഞ്ഞ വാഗൊണ്ട് പറയുന്ന കലക്കൻ പഞ്ച് ഡയലോഗുമെല്ലാം നമ്മൾ എത്രയോ തവണ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടാകും. ഒരു വിജയ് സിനിമയെ കൂടുതൽ സ്പെഷ്യൽ ആക്കിയിരുന്നത് അതിലെ പാട്ടുകളാണ്. ഭൂരിഭാഗം വിജയ് സിനിമകളുടെയും ആൽബങ്ങളും സൂപ്പർ ഹിറ്റുകളാണ്. ഒരുപക്ഷെ ഒരു വമ്പൻ ഫ്ലോപ്പ് സിനിമയിലെ ഗാനങ്ങൾ പോലും പ്രേക്ഷകർ ചാടിത്തുള്ളി അർമാദിച്ചവയാണ്. ഈ പാട്ടുകൾ തന്നെയാണ് വിജയ് സിനിമകൾക്ക് ലഭിച്ച സ്വീകാര്യതയിൽ മുഖ്യ പങ്ക് വഹിച്ചതും. സൺ മ്യൂസിക്കിൽ വിജയുടെ പാട്ടുകൾ കണ്ട് അതിനൊത്ത് ചുവടുവെച്ചതും ഗാനമേളകളെയും ഉത്സവ പറമ്പുകളെയും വിജയ് പാട്ടുകൾ കയ്യിലെടുത്തതും എങ്ങനെയാണ് മറക്കാനാവുക? ആൾത്തോട്ട ഭൂപതി നാനട, സരക്ക് വച്ചിരിക്കെ, അപ്പടിപ്പോട്, പോക്കിരി പൊങ്കൽ, അങ്ങനെ എത്ര വിജയഗാനങ്ങൾക്ക് നമ്മൾ ചുവടുവെച്ചു. വിജയുടെ സ്റ്റിക്കറുകളും നെയിം സ്ലിപ്പുകളും ലഭിക്കാനായി കടകൾ കയറിയിറങ്ങിയത് 90s കിഡ്സിന്റെ ചെറുപ്പകാലത്തിന്റെ ഒരു ഭാഗമായിരിക്കും. കാലങ്ങൾ മാറി മറിഞ്ഞു. നിരവധി തമിഴ് താരങ്ങളും മലയാളി താരങ്ങളും കേരളക്കരയെ ഇളക്കിമറിച്ചു. പക്ഷേ വിജയ്ക്കുണ്ടായ സ്വീകാര്യത മാത്രം എങ്ങും പോയില്ല. ജനനായകൻ എന്ന വിജയ് സിനിമ പുറത്തിറങ്ങുമ്പോൾ, ആ സിനിമയുടെ ഷോ കണ്ടിറങ്ങുമ്പോൾ പലരുടെയും ജീവിതത്തിലെ നല്ല കുറച്ച് ഓർമ്മകൾക്ക് കൂടിയായിരിക്കും കർട്ടൻ വീഴുക. ഒരു വിജയ് പടത്തിനായി കാത്തിരുന്നതും റിലീസിന്റെ തലേ ദിവസം ഫ്ലെക്സും കട്ടൗട്ടുമൊക്കെയായി തിയേറ്ററിൽ രാത്രി തന്നെ ചെല്ലുന്നതും പിന്നെ FTFസിനായുള്ള കാത്തിരിപ്പുമൊക്കെ പൊങ്കലോടെ അവസാനിക്കും. വിജയ് അഭിനയം നിർത്തുമ്പോൾ അയാൾ ഉണ്ടാക്കിയെടുത്ത റെക്കോർഡുകളും നേട്ടങ്ങളുമെല്ലാം അവിടെ തന്നെ ഉണ്ടാകുമെന്ന് തീർച്ച. പക്ഷേ അയാളുടെ അഭാവം തമിഴ് സിനിമയോടൊപ്പം മലയാളത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്നതിൽ മോഹൻലാലിനെ പോലെ തന്നെ സ്ഥാനമുള്ളയാളാണ് വിജയ് എന്ന് പല തിയേറ്റർ ഉടമകളും പറയുമ്പോൾ അതിലൊരിക്കലും അതിശയോക്തിയില്ല. അയാൾ അഭിനയം നിർത്തുമ്പോൾ ആ ആരവങ്ങളും ആഘോഷങ്ങളും കൂടിയാണ് അവസാനിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി സിനിമാ വ്യവസായത്തെ മുഴുവൻ ബാധിച്ചപ്പോൾ ആ ആഴങ്ങളിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിന് ഉൾപ്പെടെ കൈപിടിച്ചുയർത്തിയത് വിജയുടെ മാസ്റ്ററായിരുന്നു. ആളൊഴിഞ്ഞു കിടന്ന തിയേറ്ററുകളിൽ വിജയ് സിനിമകൾ ഇറങ്ങുമ്പോൾ ഹൗസ്ഫുൾ ബോർഡുകൾക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു നടന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനാകുമോ എന്നതും സംശയമാണ്.